ജനങ്ങൾ വോട്ട് ചെയ്തത് വി.ഡി. സതീശനാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ അല്ലാതെ മറ്റൊരു പേരിലേക്ക് എന്തിനു പോകുന്നു? കെട്ടിയിറക്കി ഒരാളുടെ ആവശ്യമുണ്ടോ? 2 ഇലക്ഷൻ ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ഞാനും ചോദിക്കട്ടെ, ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രതിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ ഭൂരിപക്ഷം വി.ഡി. സതീശനെ വോട്ട് ചെയ്യുന്ന എവിടാ പറഞ്ഞിരിക്കുന്നത്? എവിടാ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് UDF നിയോഗിച്ച സ്ഥാനാർത്ഥികൾക്കാണ് എന്ന് പറഞ്ഞാൽ UDFനാണ് ആ വോട്ടുകൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ജനങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്കെല്ലാവർക്കും കൂടെ വന്ന് അഭിപ്രായം പറയാനൊരു വേദിയില്ല, അതിന് സ്ഥലമില്ല. അപ്പോൾ ഒരു 1.5 കോടി ആളുകളെ കൊണ്ടുവരേണ്ടി വരും. അതിനാണ് ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതിനിധികൾ റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്നതാണ് ജനാഭിലാഷവും ജനാഭിപ്രായവും. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നു. പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോൾ MP-മാർ പറയുന്നതാണ് ജനാഭിപ്രായം. ഇവിടെ MLA-മാർ പറയുന്നതാണ് ജനാഭിപ്രായം. മറ്റൊരു ജനാഭിപ്രായം കുറേ പേർ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ ചില ചാനലുകൾ പിന്തുണച്ചതുകൊണ്ടോ കുറേ സോഷ്യൽ മീഡിയ പറഞ്ഞതുകൊണ്ടോ അതൊന്നും ജനാഭിപ്രായമായിട്ട് എടുക്കാം. അതും അഭിപ്രായമാണെന്ന് പറയാം, ജനാഭിപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി അല്ലെങ്കിൽ ജയിക്കാനുള്ള ശേഷി UDF-നുണ്ടോ? അയ്യോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ 4 സ്റ്റേറ്റുകൾ ഭരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എത്രയോ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുള്ള പരിചയമുണ്ട്. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പോ അതല്ല, എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടാനുള്ള കഴിവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പൊന്നും അല്ല. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാഭിലാഷം പറയുന്നത് ജനപ്രതിനിധികളുടെ അഭിപ്രായം കേട്ട് വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടും. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഇത്രയും തർക്കമുണ്ടെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴത്തേക്ക് 5 വർഷം അതൊക്കെ എന്താ പറയുന്നത്, ഊഹാപോഹമാണ്. അതൊക്കെ വല്ലാത്ത എന്താ പറയുക, ഈ താങ്കളുടെ ഊഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ വി.ഡി. സതീശനൊക്കെ ഉണ്ടാവും. അതെങ്ങനെ? ആ ചോദ്യം അപ്രസക്തമല്ലേ? വി.ഡി. സതീശൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹം പാർട്ടി തീരുമാനിക്കുന്നതിൻ്റെ കൂടെ നിൽക്കും. കോൺഗ്രസ് നേതാക്കളെല്ലാം, അത് സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും മറ്റാര് തന്നെയായാലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കും. ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെ, ഞാൻ PR എക്സസൈസ് ഒന്നും പഠിച്ചില്ല. ആരാ മുമ്പിൽ ആരാ പുറകിലെന്ന് പറയാൻ ഞാൻ പഠിച്ചില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞാൽ മതിയോ?